ആ ഹലോ. ഹലോ. ആ എന്തുണ്ട് നീടെയുള്ളേ? മോളെ ഞാൻ കുറച്ച് ദൂരന്നേ ഉള്ള പുറത്താ ഉള്ളെ. അതെയോ? ഞാൻ വിചാരിച്ചു നീ ടൗണിലുണ്ടാവുന്നു. ഞാൻ ടൗണിലുണ്ടാവുന്ന, നീ ടൗണിൽ വന്നിനാ? ആ, ആ അതല്ലേ ചോദിച്ചേ. അത് ശരി. എന്നാ പിന്നെ ഒന്ന് നേരത്തെ വിളിക്കറിയണോ? നേരത്തെ വിളിക്കാൻ പിന്നെ നീ ജോലി പോകുന്നുണ്ട്, പോയിക്കോട്ടെ. ആ പിന്നെ ടൗണിലുണ്ടാവും, പറഞ്ഞ കാര്യമില്ല, ഞാൻ വിട്ട്. ആ പറ. അല്ല, നീ അധികം ടൗണിലുണ്ടാവുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചു. ഇല്ല. എന്തിനാ വന്നിന്? ഞാനൊന്ന് ഒരു ഷോപ്പിക്ക് പോകാൻ വേണ്ടിട്ട് വന്നിരുന്നു. കുറച്ച് സാധനം വാങ്ങണം. എന്നിട്ട് തിരിച്ചാ വീട്ടിലെത്തിയോ അല്ലെങ്കിൽ ടൗണിൽ തന്നെ ഉള്ളേ? ഓ, വീട്ടിലെത്തി. എന്നാ സാധനം? പച്ചക്കറിയാ? എന്നാ മോനെ, എനക്ക് കുറച്ച് എന്റെ എന്താ പറയണ്ടേ, ഇത് ആയിട്ടുള്ള സാധനം വാങ്ങാനാണ്. പെണ്ണുങ്ങൾക്ക് പറ്റിയ. പെണ്ണുങ്ങൾക്ക് പറ്റിയ സാധനം? അതെന്ത് സാധനമാണോ? അത് കുറച്ച് സാധനമുണ്ട് അടിയിൽ ഉപയോഗിക്കുന്നത്. ഓഹോ, അത് ശരി. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം, നമ്മളിത് കണ്ട് ഞപ്പട അയച്ചു കളയുന്ന സാധനം. അതായിരിക്കും അല്ലേ? എന്തിനാ വെറുതെ അതൊക്കെ മേടിച്ച് പൈസ കളയുന്നു? നീ വരുന്നുണ്ട്, എനിക്ക് ആവശ്യമില്ലാന്ന് വെച്ചിട്ട് അനക്ക് ആവശ്യമില്ല. അതൊന്നും ഇല്ലാതല്ലേ കാണാനൊക്കെ ചന്തം. അത് ചന്തമുണ്ട്. അത് ഞാൻ അധികം പെണ്ണുങ്ങൾ വിട്ടിട്ട് വരുന്നതാണ് ചന്തത്തില്. എന്നിട്ട് പിന്നെ വരുമ്പം വിളിക്കറിയുന്നോ? വരുമ്പം വിളിക്കാനൊന്നും തോന്നിയിട്ടില്ല മോനെ. അങ്ങനെ ക്ഷീണം പിടിച്ചിട്ടാ ഞാൻ വീട്ടിലെത്തി. അതെന്താ? അതൊന്നും പറയണ്ട. ഞാനൊരു ഷോപ്പ് കയറി. അപ്പൊ ആടെ ഒരു സെയിൽസ്മാനേ ഉള്ളൂ. ഒരു 10-50 വയസ്സ് തോന്നും കാണുമ്പോ. അയാളൊന്നും പറയണ്ട. അയാളെനക്ക് കുറച്ച് സാധനം, ഞാൻ പറഞ്ഞ സാധനം എടുത്ത് അപ്പൊ അയാളെന്നെ ചോദിച്ചു എത്രയാ സൈസ്. ഞാൻ സൈസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്നോട് ചോദിച്ചു, അല്ല ഈ സൈസ് മതിയാവോ, കുറച്ചും കൂടി വലിപ്പം വേണ്ടേന്ന്. അതെന്താണോ നിന്റെ സൈസ്? എനിക്കല്ലേ രേഖ അറിയാ. അതന്നെ ഞാനും വിചാരിച്ചു. അയാൾ പറഞ്ഞു എന്നാ നീ വെച്ചോക്കിയാട്ടേന്ന് പറഞ്ഞേ. എന്നോട് അയാളെന്നെ എടുത്ത് വെച്ചേരും എനിക്ക്. എന്നിട്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ വെക്കട്ടെ, ഞാൻ വെച്ചോളൂന്ന് പറഞ്ഞു. നോക്കി അനക്ക് വെക്കൊന്നും വേണ്ട, എനക്കറിയാം എന്റെ സൈസ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല വെച്ചോക്കിട്ട് എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ പറഞ്ഞു. ആയിട്ട് പറഞ്ഞു കൊടുത്തതാ. അയാൾ ഇത് അന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അയാൾ പറയും ആ സൈസ് പോരാ, കുറച്ചും കൂടി വലിപ്പം വേണ്ടിയിരുന്നു. അയാൾക്ക് കാണുമ്പോ മനസ്സിലായിട്ടുണ്ടാവൂടോ. അയാൾക്ക് കാണുമ്പോ മനസ്സിലായിട്ടുണ്ടാവൂ. അയാളെന്തിനാ ഇതെല്ലാം നോക്കാൻ നിൽക്കുന്നേ? എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ അയാളിങ്ങനെ ഓരോ സാധനം എടുത്തിരുന്നില്ലേ, എന്റെ കൈക്കിങ്ങനെ തൊടുന്നുണ്ട്. അറിയാണ്ട് തൊട്ടു പോകൂലേ ആളത്തെ സാധനം എടുക്കും. അപ്പൊ നോക്കുമ്പോ അയാൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നടം കണ്ടിട്ടിട്ട് നോക്കുക, ചിരിക്കുക. എന്നിട്ട് അയാളിങ്ങനെ സാധനം തരുമ്പോ വിരളിങ്ങനെ തൊട്ടു പോവാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ലാന്ന്. അപ്പൊ ഞാന് പിന്നെ വേറെ ഒരു അടിയിലിടുന്ന സാധനം കൂടി വാങ്ങണം എന്ന് വിചാരിച്ചതാണ്. അല്ല, അപ്പൊ അയാള് പറയില്ലേ അത് ഒന്ന് വെച്ചോക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ കണ്ട എല്ലാവർക്കും വെച്ചോക്കാൻ തോന്നും, അതുകൊണ്ടല്ലേ. അങ്ങനെ പറയുന്നേ? അങ്ങനെയല്ലടോ. അയ്യോ, അയാളൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കില് അയാള് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും പിന്നെ എവിടെ പുറത്തു പോയി എന്നെല്ലാം പറഞ്ഞു. അത് കുറച്ചൊരു ഞാൻ വിചാരിച്ചു ഇതല്ലേ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ഷോപ്പ് കയറിയതാണ്. ഇത്രയല്ലേ സാധനം, വലിയ ഷോപ്പ് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ചുരിദാറെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം നോക്കുമ്പോ ഇയാൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ അയാൾ എന്നെ നോക്കുക, എന്തെല്ലോ കളിക്കുക. അതെന്താണ്? പെണ്ണുങ്ങളെ കാണാതെ ഇറങ്ങാനാ?
പെണ്ണുങ്ങളെ കാണാതെ പോലത്തെ നോട്ടം. എന്നിട്ട് പിന്നെ ഞാനൊന്ന് വിചാരിച്ചേട്ടാ, അല്ല ഈ പ്രായമുള്ള കൂട്ടരെ കാതെല്ലാം കുറച്ച് ഇതിനെ പറ്റിയെല്ലാം വിവരം ഉണ്ടാവും. ഏതിനെപ്പറ്റി? ഏതിനെപ്പറ്റി? ഈ കളീനെ പറ്റിയല്ലോ. അത് ശരി. അപ്പൊ അങ്ങനെയാന്ന് നിന്റെ ചിന്ത പോയല്ലേ? അല്ല, ചെറുപ്പക്കാരെക്കാളും കുറച്ച് നാളത് പ്രായമുള്ള കൂട്ടരല്ലേ? അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് നിങ്ങളെക്കാളും നല്ല ഇതുണ്ടാവൂലേ? അങ്ങനക്കറിയില്ല. അറിയില്ല. എന്നാ പിന്നെ പ്രായമുള്ള സ്ത്രീയുടെ ആയിരിക്കില്ല എന്നാ കൂടുതല് ചെറുപ്പക്കാർക്ക് നല്ലത്. അത് ശരിയാവില്ല. അതെന്താ? അത് ശരിയാവില്ല. എന്നാലേ ആണുങ്ങൾ വിചാരിച്ചാല് ചിലപ്പോ ഇവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. എല്ലാ അടവും അറിയും. അതുകൊണ്ടായിരിക്കും ഒന്ന് അയാള് നിന്നിങ്ങനെ നോക്കിയിട്ടുണ്ടാവും. നിന്നെ കണ്ടേരോ അയാൾക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ തോന്നി. അതുകൊണ്ടായിരിക്കും കേട്ടാ. അതാണോ സംശയം? നോക്കിയാലോ? അല്ല, അയാള് വിചാരിച്ചിട്ടുണ്ടാവും എന്റെ മോനെ ഈ ഒരു മുതലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുമോ നോക്കിയതായിരിക്കും. എനിക്കപ്പോഴും മറ്റേ എല്ലാ സാധനങ്ങളും തന്നെ മേടിച്ചാ പോയിരുന്നാല് അറിയാലോ. ചെയ്താലോ ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാനൊന്നും പോരല്ലേ. ഇനിയല്ലേ ഇടക്കിടക്കുന്നു. അയാളെ ഇത് വെച്ചിട്ട് ഇനി ഇടക്കിടക്കുന്നു. അയാള് നല്ല ഉഷാറിലായി, നല്ല തടിയും മറ്റേ കുറച്ച് പൊക്കലായിട്ട്. എന്നാ പിന്നെ എനിക്കപ്പോ അയാളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് അവിടുന്ന് അയാളെ നമ്പറിലും മേടിച്ചിട്ട് വന്നുകൊണ്ടിരുന്നു. വാങ്ങണമെന്നല്ലേ ഉണ്ടേനു. പിന്നെ അടച്ചു നിന്നെ എന്നാ ചെയ്യാ? എന്നെ മാത്രല്ല, നിന്റെ മറ്റേ സർക്കാർ ഉദ്യോഗസ്ഥന് എന്നാ ചെയ്യാൻ നേരം? അയാളെന്ത് ഇപ്പൊ അയാളൊന്നും ഇല്ലേ. പുതിയത് കാണുമ്പോ അല്ല, പുതിയത് കാണുമ്പോ ഉള്ള ചാട്ടം അല്ലേ? അതൊന്നല്ല. അയാള് ഗാംഭീര്യം നോക്കുമ്പോ, ഒരു മുഖേലം വെച്ച് നോക്കുമ്പോ കൊള്ളാന്ന് തോന്നി. നല്ല കളിക്കാരനാവുന്നില്ലേ? അയാളെ നോട്ടോ. ഇല്ല, അയാളങ്ങനെ നിന്റെ സാഹിത്യത്തിന്റെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയ അയാൾ കാലങ്ങളായിട്ട് നിൽക്കുന്നതായിരിക്കൂലേ? അതുകൊണ്ടായിരിക്കൂലേ? അല്ല, എല്ലാരും ഇതുപോലത്തെ ഞാനാ. അതെനിക്കറിയില്ല കേട്ടാ. അല്ല, നീയെല്ലാം പോകുന്നുണ്ട് ഓരോ സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഓർഡർ വന്നെടുത്ത് വീടുകളിലെത്തില്ലേ? അതെ, വീട്ടിൽ തന്നെയാണല്ലേ. ഞാൻ പറയല്. ഞാൻ പറയുന്നുണ്ട്, നീ പറയുന്നത് ചില സ്ഥലത്ത് ചില സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോ ചില ചേച്ചിമാരൊക്കെ നോട്ടവും കളിയൊക്കെ തോന്നുമ്പോ നമുക്കും തോന്നും. പക്ഷെ നമുക്ക് അവിടെ സമയമില്ല. ഞാൻ കൊടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് പോകണ്ടേ, സാധനം കൊടുക്കാൻ പോകണ്ടേ. സമയമില്ല എന്നല്ല പറയുന്നത്, വെറുതെ മോനെ. സമയമില്ലോട്ടാവുമല്ലോ ചെയ്യും അങ്ങനത്തെ കാര്യത്തിന്. ചില ചേച്ചിമാരൊക്കെ കളി കാണുമ്പോ സാധനം ഇത് മേടിക്കാൻ വേണ്ടി ആവശ്യം ഉണ്ടായിട്ട് ബുക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ ഇത് കൊണ്ടുത്തരുന്നവനെ ആവശ്യം ഉണ്ടായിട്ടാണെന്നെല്ലാം തോന്നിപ്പോവും. കൊറേ നേരം ഇങ്ങനെ സംസാരിക്കും. എനിക്കൊന്ന് നോക്കിക്കൂടേനോ? ആയിട്ടില്ലെങ്കിലോ? നമ്മളെ വെറും തോന്നല് മാത്രമാണെങ്കിലും പണി കിട്ടിപ്പോലെ. അടി പാർസൽ നമ്മളെ പിന്നെ മൊത്തം കംപ്ലൈന്റ് ആവൂലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് അവരായിട്ട് ഇങ്ങോട്ടെന്നെങ്കിൽ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൊള്ളായിരുന്നു. എന്തേ? ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തും കുഴപ്പമൊന്നും.